വെൽക്കം ബാക്ക് ടു ഫാമിലി ഓൺ കാർ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ കരുനാഗപ്പള്ളിയിൽ ഇതിലും മികച്ചൊരു സ്ക്രീൻ വേറെ ഉണ്ടാവത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഏത് തിയേറ്ററിലോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തിയേറ്ററിൻ്റെ ഓഡി 3യും ഓഡി 2വും നിങ്ങൾ ഓൾറെഡി കണ്ടതാണ്. പക്ഷേ ആ രണ്ട് സ്ക്രീനിൻ്റെ കാര്യം പറയുവാണെങ്കിലും ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് സ്ക്രീൻ 3യുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ സ്ക്രീൻ 3യുടെ കാര്യം പറയുവാണെങ്കിൽ കുറച്ച് ശോകമാണ്. ഞങ്ങളിപ്പോൾ സോളമൻ തേനീച്ചകൾ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയിട്ട് ഒരു കണ്ണാടി വെച്ച് നോക്കേണ്ട ഒരു അവസ്ഥയാണ്. അത്രയ്ക്കും മോശമായിട്ടുള്ള പ്രൊജക്ഷനൊക്കെ ആയിരുന്നു. ഓഡി 2 ആൻഡ് ഓഡി 3 ആണ്. ഓഡി 3 ആണ് ഏറ്റവും ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥ. അവിടുന്ന് കുറച്ചുകൂടി ബെറ്റർ ആണ് ഓഡി 2. പക്ഷെ ഓഡി 1ലേക്ക് വരുമ്പോഴത്തേക്കും ഒരു എബോ ആവറേജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തിയേറ്ററാണ് അല്ലേ. യെസ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ എച്ച്.ആൻഡ്.ജെ മാളിലെ ഓഡി 1 കാർണിവൽ സിനിമാസിലെ ഓഡി 1 നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അവിടെ പോയി കാണുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് സെപ്റ്റംബർ 2-ാം തീയതിയാണ്. ഇന്ന് റിലീസാവുന്ന സിനിമ ഏതാ? ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ സംഗീത് പി രാജൻ ഡയറക്ട് ചെയ്ത ബേസിൽ ജോസഫ് അഭിനയിച്ച പാൽത്തു ജാൻവർ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് കരുനാഗപ്പള്ളി എച്ച്.ആൻഡ്.ജെ മാളിലേക്ക് പോവാണ് അല്ലേ. അപ്പം ആ ഒരു സ്ക്രീനൂടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു തിയേറ്ററിലെ എല്ലാ സ്ക്രീനും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇതിനു മുമ്പ് തല്ലുമാല കാണാൻ പോയതും ഇതേ സ്ക്രീനിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. അപ്പം വിചാരിച്ചാണ് ഈ ഒരു സ്ക്രീൻ എന്തായാലും ഷൂട്ട് ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ കൊല്ലത്തെ മികച്ച തിയേറ്ററുകൾ ലിസ്റ്റ് പറഞ്ഞതിനകത്ത് ഈ ഒരു ഓഡി 1 നമ്മൾ എബോ ആവറേജ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ ഒരു തിയേറ്ററും കൂടെയാണ് അല്ലേ. യെസ്. അപ്പം അതിന്റെ വിശേഷങ്ങൾ അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. അപ്പോഴേ ഞങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തേക്കുന്ന എത്ര മണിക്ക് ഷോയ്ക്കാണ്? 2:45 യെസ്, 2:45 ഷോയ്ക്കാണ്. അപ്പം ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോലും ഇല്ല അല്ലേ. യെസ്. അപ്പം ഇനി ബാക്കിയല്ല വെച്ചിട്ട് അവിടെ പോയിട്ട് കാണാം. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോഴേ വെള്ളിയാഴ്ചയാണ്, പക്ഷേ നല്ല തിരക്ക് കാണുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ മാളാണ്, ഇവിടെ എപ്പോഴും ഒരു തിരക്ക് കാണും. പക്ഷേ സാധാരണ കാണുന്നതിൽ കൂടുതൽ തിരക്ക് ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ പുതുതായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ വണ്ടി അവിടെ പാർക്ക് ചെയ്യുക, എന്നിട്ട് മാളിലേക്ക് കയറാനായിട്ടേ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നിങ്ങൾ നേരെ മുൻപിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. ഈ ഒരു ഡോർ കണ്ടോ, അതായത് നമ്മുടെ മാളിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു ഡോറുണ്ട്. അപ്പോൾ ആ ഒരു ഡോർ അങ്ങോട്ട് തുറന്ന് കയറുക. ഡോർ തുറക്കുമ്പോൾ നേരെ കാണുന്നത് ലിഫ്റ്റാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറുക, നേരെ 3rd ഫ്ലോറിലോട്ട് പോവുക. അവിടെ പോയിട്ട് കാർണിവൽ സിനിമാസിൽ കയറിയിട്ട് സിനിമ കാണുക. അത്രയേ ഉള്ളൂ. യെസ്. അപ്പോൾ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ലിഫ്റ്റ് കയറിയിട്ട് 3rd പ്രസ് ചെയ്യാം. 3rd ഫ്ലോറിലാണ് കാർണിവൽ സിനിമാസിൻ്റെ ഓഡി 1ഉം 2ഉം വരുന്നത്. പിന്നെ 6th ഫ്ലോറിലാണ് ഓഡി 3 വരുന്നത്. അത് കുറച്ച് ആവറേജ് സ്ക്രീനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. യെസ്. അപ്പോൾ 3rd ഫ്ലോർ ആയിട്ടുണ്ട്. ഓപ്പൺ ആവും. തുറക്കൂ സീസേ, തുറക്കൂ. യെസ്. കാർണിവൽ സിനിമാസിലേക്ക് നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. നമ്മളെ ബുക്ക് ചെയ്തുകൊണ്ട് നേരെ ഒരു ടിക്കറ്റ് കാണിച്ചാൽ കയറിയാൽ മതിയേ. ടിക്കറ്റ് കൗണ്ടറിലൊന്നും വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. യെസ്. അപ്പോൾ ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നു. കറക്റ്റ് ടൈമിലാട്ടോ നമ്മൾ വന്നത്. ഇപ്പോഴാണ് ഈ ഒരു സ്ക്രീൻ 1 അങ്ങോട്ട് ഓപ്പൺ ചെയ്തത്. ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ പോപ്കോൺ കൗണ്ടർ ബാക്കി സംഭവങ്ങളൊക്കെ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ട് കാണുമല്ലോ. ഈ ഒരു സ്ക്രീനും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു തിയേറ്ററിലെ എല്ലാ സ്ക്രീനും നിങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. യെസ്. അപ്പോഴേ നമുക്ക് നേരെ തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറാം. ഓഡി 1. ഈ കാർണിവൽ സിനിമാസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് സ്ലോപ്പിലാണ് സീറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനകത്ത് വേറെ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഇത് കണ്ടോ, അപ്പോൾ ഞാൻ ക്യാമറ ഇങ്ങനെ ചരിച്ച് താഴേക്ക് പിടിച്ചേക്കുവാണ്. കണ്ടോ, ഇത്രയൊരു സ്ലോപ്പിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. Carnival Cinemas. Come celebrate. വർഗം കൊച്ചുണ്ണിയെ നേരിടാനുള്ള കരുത്ത് ശേഖവർക്കുണ്ട്. തലയറുത്തിടാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞേക്ക്. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാത്രി എന്തായാലും അത് നടക്കും. എങ്ങനെ ജീവിക്കുന്നതിലും ഭേദം മരണമാണ്. പടത്തിൻ്റെ ആസ്പെക്ട്
ആസ്പെക്ട് റേഷ്യൂം 16:9 കേട്ടോ. അപ്പം സൈഡിൽ ആ ഒരു പില്ലർ ബോക്സിങ് എന്തായാലും കാണും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സിനിമയും ഇങ്ങനെ കേട്ടോ. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. അപ്പോൾ ദേ ഈ കാണുന്നതാണ് നമ്മുടെ കരുനാഗപ്പള്ളി എച്ച്.ആൻഡ്.ജെ മാളിലെ കാർണിവൽ സിനിമാസിൻ്റെ ഓഡി 1. പിന്നെ കളറിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, റെഡ് അല്ലെങ്കിൽ ബ്ലൂ. ഇവിടുത്തെ ഓഡി 2ഉം ഓഡി 3യും ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാറ്റി പിടിച്ചു. പിന്നെ ഈ ഒരു സ്ക്രീനിൽ യൂസ് ചെയ്തേക്കുന്ന സ്പീക്കേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ QSCയുടെ സറൗണ്ട് സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു സൈഡിൽ 4, ബാക്കിൽ 4, ദേ ഈ ഒരു സൈഡിൽ 4. അപ്പോൾ പല സ്ഥലത്തെ കാർണിവലിലും പല ബ്രാൻഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്രീനിൽ ടോട്ടൽ 194 സീറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് വന്നേക്കുന്നത് 150 രൂപയാണ്. അത് പിന്നെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അറിയാമല്ലോ. വർക്കിംഗ് ഡേയിൽ ഒരു റേറ്റ്, വീക്കെൻഡിൽ വേറെ റേറ്റ്. കാർണിവൽ സിനിമാസിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞാണ്. പിന്നെ ഈ ഒരു സീറ്റ് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്ന സീറ്റ് അല്ല, ഈ പുറകിലോട്ട് നോക്കിയേ കണ്ടോ. ഇവിടെ ഒരു ചെറിയ എക്സ്ട്രാ കുഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ടിക്കറ്റ് റേറ്റ് ഒന്ന് തന്നെയാണ്. പിന്നെ അവിടുത്തെ സ്പീക്കേഴ്സാണ് കാണുന്നത്. അതെന്തായിരിക്കും അങ്ങനെ ഒരേ ടിക്കറ്റ് റേറ്റ് പക്ഷേ 2 ടൈപ്പ് സീറ്റ്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. ഒരേ ടിക്കറ്റ് റേറ്റ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിലേ അത്യാവശ്യം വലിയ സ്ക്രീനാണ്. ഓഡി 2, ഓഡി 3 ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിയ സ്ക്രീനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീൻഫീൽഡിൽ പോയല്ലോ, അവിടെയും ഏതാണ്ട് ഇതേ വലിപ്പത്തിലുള്ള സ്ക്രീൻ തന്നെയാണ്. പിന്നെ ഇതേ സ്ക്രീനും സീറ്റുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടോ. യെസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓഡി 1ന്റെ അകത്തെ വിശേഷം. കരുനാഗപ്പള്ളിയിൽ ഇതിലും മികച്ച വേറെ ഏതെങ്കിലും സ്ക്രീൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ അടുത്ത ഷോ ഇടുന്നതാണ്. അപ്പോഴേ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയേക്കാം അല്ലേ. അങ്ങനെ കരുനാഗപ്പള്ളി എച്ച്.ആൻഡ്.ജെ മാളിലെ ഓഡി 1ൽ പോയിട്ട് നമ്മൾ പാൽത്തു ജാൻവറൊക്കെ കണ്ട് തിരിച്ചു വന്നത്. അപ്പം സിനിമയെ പറ്റിയുള്ള അഭിപ്രായം നമ്മൾ ഓൾറെഡി മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അപ്പോൾ നമുക്ക് നേരെ തിയേറ്ററിലേക്ക് വരാം. നമ്മുടെ ഓഡി 1ന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇൻട്രോയിലേ പറഞ്ഞു ഒരു എബോ ആവറേജ് ലെവലിലുള്ള ഒരു തിയേറ്റർ ആണെന്നല്ലേ. അപ്പോൾ ആ ഒരു അഭിപ്രായത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പം അറിയാം അല്ലേ. യെസ്, അപ്പം തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ സ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ അത്യാവശ്യം വലിയ സ്ക്രീനല്ലേ. നമ്മുടെ ഓഡി 2ഉം 3യും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയൊരു സ്ക്രീനാണ്. ഈ ഒരു സ്ക്രീനിന്റെ കാര്യം പറയുവാണെങ്കിൽ മറ്റേ മൾട്ടിപ്ലക്സ് തട്ടിക്കൂട്ട് സ്ക്രീൻ പരിപാടിയല്ല, അത്യാവശ്യം വലിപ്പമുള്ള സ്ക്രീനാണ്. പിന്നെ പ്രൊജക്ഷന്റെ കാര്യം പറയുവാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് നമ്മൾ തല്ലുമല കാണാൻ പോയപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിരുന്നു സ്ക്രീൻ അല്ലേ. പക്ഷെ ഇന്നിപ്പോൾ സിനിമ കണ്ടപ്പം ഒരു ഡൾ ഫീൽ തോന്നുന്നുണ്ട്. ഇനി ആ സിനിമയുടെ കോണ്ടന്റ് ഇഷ്യൂ ആണെന്ന് അറിയത്തില്ല, പക്ഷെ ഒരു ഡൾ ഫീൽ ചെയ്തത് അല്ലേ. അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ സീനിൽ ഒരു രാവിലെ ആകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ വാതിൽ തുറന്ന് ഇറങ്ങുന്ന ആളുടെ മുഖമൊന്നും നമുക്ക് അതാണ് സിനിമയുടെ തുടക്കം തന്നെ നമുക്ക് ആ ഒരു അത് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ പ്രൊജക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഡള്ളായിട്ടാണ് തോന്നുന്നത്. പക്ഷേ തല്ലുമാല കണ്ട സമയത്ത് നല്ല ബ്രൈറ്റ് ആയിരുന്നു, അങ്ങനെ ഒരു പ്രശ്നം തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനൊരു എബോ ആവറേജ് കാറ്റഗറിയിൽ കിട്ടതല്ലേ. പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തില്ല, അതായത് നമ്മൾ ഗ്രീൻഫീൽഡ് കാർണിവൽ സിനിമാസിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേ ഒരു അഭിപ്രായം തന്നെയാണ്. ട്രിപ്പിൾ വോയിസ് ഇങ്ങനെ മുളച്ചിരിക്കും, നല്ല എഫക്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ബേസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പക്ഷേ കുറച്ച് ഒരു ഇതുണ്ടല്ലേ, നമുക്ക് ആ ഒരു ലോ ഫ്രീക്വൻസി അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല അല്ലേ. ഇപ്പൊ ഡയലോഗ് പറയുമ്പോഴേക്ക് നല്ല ഷാർപ്പാണ്, എഫക്റ്റ് ഒക്കെ നമുക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ ലോ ഫ്രീക്വൻസി ഒരു ഇതുണ്ടല്ലോ, ഒരു പിടുത്തമുണ്ട്, ഒരു ട്രബിൾ വോയിസ് ആണ് എപ്പോഴും ഇങ്ങനെ കയറി നിൽക്കുന്നത്. അത് നമുക്ക് എല്ലാ ഞങ്ങളിപ്പോൾ ഇതുവരെ പോയ എല്ലാ കാർണിവലിലും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെയാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു സബൊന്നും പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് കാണത്തില്ലായിരിക്കും മിക്കവാറും. പിന്നെ സീറ്റിന്റെ കാര്യം പറയണമെങ്കിൽ കംഫോർട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സീറ്റൊക്കെ തന്നെയാണ്. പിന്നെ ടിക്കറ്റ് റേറ്റ് 150 രൂപയാണ് വീക്കെൻഡിൽ അല്ലേ. വർക്കിംഗ് ഡേയ്സിൽ 100 രൂപ 110 രൂപയ്ക്കാണ്. അന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വർത്താണ്. അപ്പം ഓക്കെ ആണല്ലേ. ഇപ്പം ഈ അത്യാവശ്യം വലിയൊരു സ്ക്രീനാണ്, പിന്നെ പ്രൊജക്ഷൻ കാര്യം പറഞ്ഞല്ലോ, പിന്നെ സൗണ്ടും ഓക്കെയാണ് അല്ലേ. അപ്പോൾ എല്ലാം കൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ന് സിനിമ കണ്ടതിൻ്റെ ഒരു ഇതിൽ പ്രൊജക്ഷൻ കുറച്ച് ഡള്ളായിട്ട് തോന്നി അല്ലേ. യെസ്, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് തിയേറ്ററിനെ പറ്റി പറയാനുള്ളത്. ഇനി കരുനാഗപ്പള്ളിയിലെ ഇതിലും മികച്ച തിയേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇല്ലെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. കരുനാഗപ്പള്ളി ഇനി വേറെ ഉള്ളത് കാൻസ് തിയേറ്റർ ഉണ്ട്, പിന്നെ TNB ഉണ്ട്, പിന്നെ നമ്മുടെ പുതിയാവിലോട്ട് പോയി കഴിഞ്ഞാൽ തരംഗം തിയേറ്റർ ഉണ്ട്, പിന്നെ കൃഷ്ണ തിയേറ്റർ ഉണ്ട് അല്ലേ. അത്രയൊക്കെ ഉണ്ട്, വേറെ ഒന്നുമില്ലല്ലോ. യെസ്, അപ്പം ഈ തിയേറ്ററുകൾ എന്തായാലും കാർണിവൽ സിനിമാസിന്റെ ഓഡി 1നെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ക്രീനൊന്നും അല്ല. യെസ്, പിന്നെ ആ തിയേറ്ററുകൾ ടിക്കറ്റ് ചാർജ് ഭയങ്കര കുറവാട്ടോ, 90 രൂപ 100 രൂപ അത്രയൊക്കെ ഉള്ളൂ ടിക്കറ്റ് ചാർജ്. യെസ്, അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കല്ലേ. യെസ്, അപ്പോൾ അതെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ടാണ്, അതായിരിക്കും ബൈ.